but media tells you a very biased story. The reality is very different. People are very different. Nothing to do with what the media says. നമ്മളൊക്കെ കേട്ട പല രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഇത്ര നല്ല ആൾക്കാർ വേറെ എവിടെയും കാണുന്നത് നമ്മൾ. ഞാൻ ഓഡിബിൾ ആണോ? എൻ്റെ ശബ്ദം അത്ര ഉറക്കമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. ഇപ്പോൾ ആദർശ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം എങ്ങനെ ഏത് സബ്ജക്റ്റിന് ഏത് ആംഗിളിൽ നിന്ന് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഞാനത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വെറുപ്പിക്കലാവും ചിലപ്പോൾ. സോ യെസ്, ഇറ്റ് വാസ് ഞാൻ 2015 സോ ഐ വിൽ ടെൽ യു സ്മോൾ ജസ്റ്റ് ഓഫ് ഹൗ ദിസ് ഹാപ്പൻഡ്. ബിക്കോസ് ഇന്ന് കുറേ പേരുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് അങ്ങനെ യാത്ര ചെയ്യണമെന്ന്. പക്ഷേ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഭൂരിപക്ഷം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനിങ്ങാണ് നമ്മുടെ. ഇറ്റ്സ് എ സൊസൈറ്റൽ കണ്ടീഷനിങ് ബിക്കോസ് ഓഫ് വിച്ച് വി ആർ സ്റ്റക്ക് ടു വേർ വി ആർ. അപ്പോൾ 2011-12 സമയത്ത് കോർപ്പറേറ്റ് ലൈഫിൽ ഐ വാസ് ഡൂയിങ് വെരി വെൽ. ഐ വാസ് ഹെഡിങ് ഡിസ്നി ഫോർ എ സർട്ടൻ ബിസിനസ് വെർട്ടിക്കൽ ഓഫ് ദെയർസ്. ആൻഡ് പക്ഷേ ബിയോണ്ട് എ പോയിൻ്റ് എത്തിയപ്പോൾ എനിക്കൊരു ദർ ഇസ് നോ ലേണിംഗ്. അപ്പോൾ മണി വാസ് നെവർ എ മോട്ടിവേഷൻ. അപ്പോൾ എന്തിനും പഠിക്കണം, പൈസ വേണം ജീവിക്കാൻ എന്നല്ല, പക്ഷേ യു നീഡ് ലേൺ സംതിങ് ഓൾവേസ് ടു കീപ്പ് ഒരു എവല്യൂഷൻ വേണ്ട. ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ക്യാൻ മാസ്റ്റർ ഇറ്റ്, ബട്ട് ബിയോണ്ട് എ പോയിൻറ്റ് വാട്ട്, എനിക്ക് ആ പേഷ്യൻസും ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻഡ് പേഴ്സണൽ ലൈഫ് ഓൾസോ വെൻ ടു സം ഡോൾഡ്രം. സോ ഐ സെഡ് ഇറ്റ്സ് ടൈം ഐ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് and let me reflect on what I want to do in life. Very basic fundamental level. അങ്ങനെ 2011-12 എങ്ങനെ ഒരു ബ്രേക്ക് let me go. I was living in Bangalore. So 2005 മുതൽ 2015 വരെ ബാംഗ്ലൂർ താമസിച്ച്. അപ്പോൾ 12 I not able to collect. Is when I said let me just take a break and travel somewhere. അപ്പോൾ അങ്ങനെ ബൈക്ക് എടുത്ത് I said ഹംപി പോയിട്ടില്ല, ഹംപി കാണാം. അങ്ങനെ ഹംപിയിലേക്ക് പോയി. ഒരാഴ്ച ഹംപിയിൽ താമസിച്ചു. അപ്പോൾ അവിടെ കറങ്ങി ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ബോറടിച്ചു. എന്നാൽ നെക്സ്റ്റ് ലെറ്റ് മീ ഗോ ടു ഗോവ. ദെൻ ഐ വെൻറ്റ് ടു ഗോവ. ഐ ട്രാവൽ ടു ദ ഫോറസ്റ്റ്, വെൻറ്റ് ടു ഗോവ, came down all the way down the coast to Kanyakumari and went back. This is about a good 1.5 months on the road. സമയം എടുത്താൽ പോവുക, അങ്ങനെ ഓടിച്ച് പോവല്ല. ആ യാത്രയിൽ ഉണ്ടായിട്ട് 2-3 ചെറിയ അനുഭവങ്ങൾ പറയാം, which actually made me self-reflect. Hampina, I am going towards Goa. So I was told that through the Dandeli forest, it's a nice road. Nalla windy roads ആണ്. You will enjoy the road trip. അപ്പോൾ ശരി, അപ്പോൾ അങ്ങനെ പോയപ്പോൾ Dandeli. അപ്പോൾ Dandeli also known for white water rafting. Dandeli ഒരു റിവർ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് ഇറ്റ് വാസ് വൺ ഓഫ് മൈ തിങ്. ഇത് ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഡാൻഡേലി എത്തി. ഐ റീച്ച് ഇൻ ദ മോർണിംഗ്. ഐ സ്റ്റോപ്പ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ആൾ പറഞ്ഞു കുറച്ച് ഉള്ളിലേക്ക് പോകണം, ആൾക്കാരെ കടത്തി വിടില്ല അപ്പോൾ, ബിക്കോസ് ദ വാട്ടർ ഇസ് എ ബിറ്റ് റഫ്. ഐ എം നോട്ട് ഷുവർ അത് എപ്പോൾ ഉണ്ടോ അറിയില്ല പറഞ്ഞു. അപ്പോൾ ശരി പോയി നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ ആൾ പറഞ്ഞു തന്നു കുറച്ച് ദൂരം പോയിട്ട് യു ഗോ ഇൻസൈഡ്. സോ ഐ ട്രാവൽഡ് അബൌട്ട് 10 kilometers ഫ്രം ദ സ്മോൾ ടൗൺ. അപ്പോൾ ചെറിയ ചായക്കട ഉണ്ട്. അതിന് മുമ്പിൽ ഞാൻ ബൈക്കിൽ നിന്ന് ചോദിച്ചു ഈ ഡാൻഡേലി ഫോറസ്റ്റിലേക്ക് ഇതിൽ എങ്ങനെയാണ് പോകാൻ പറ്റുക, വാട്ട് ഇസ്. അപ്പോൾ അവിടെ ചായ കുടിക്കുന്ന ആൾ പറഞ്ഞു ഇപ്പോൾ അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു സോ ഈസിട്ട് ഇപ്പം അങ്ങോട്ട് വിടില്ല. അപ്പോൾ അവിടെ വാട്ടർ പ്ലസ് അവിടെ എന്തോ ഒരു പാലമുണ്ട്, ആ പാലം ഇതായിട്ടുണ്ട്. അപ്പോൾ ദർ ഇസ് നോ റാഫ്റ്റിംഗ് ആൻഡ് ദെൻ ഇറ്റ്സ് ദ റിവർ ഇസ് എ ബിറ്റ്. ബട്ട് ഐ വാസ് എ ബിറ്റ് അഡമെൻറ്റ്. പിന്നെ ഐ വാസ് ഓക്കെ, ഇനി നടക്കില്ല. പിന്നെ അയാൾ ഹീ ഹാഡ് പുഷിങ് ഓക്കെ ഐ വിൽ കം വിത്ത് യു. അപ്പോൾ നമ്മുടെ നാച്ചുറൽ സ്വഭാവം ഒരാളെ നമ്മൾ സഹായിക്കാൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലപ്പോൾ നമ്മൾ ഡിഫെൻസീവ് ആവും. നമുക്ക് പണിയാണോ വരുന്നത്, നമ്മളെ പറ്റിക്കപ്പെടുന്നതാണല്ലോ ഫസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ കാര്യം സ്ഥലം പറഞ്ഞാൽ ഞാൻ പോവാം. പല പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഐ വിൽ ഹാവ് ടു കം അലോങ് വിത്ത് ടു ടേക്ക് യു ദർ. ആൻഡ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ബിറ്റ് പുഷി. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ. ദെൻ ഐ സെഡ് ഓക്കെ ഫൈൻ, എന്താ ഉണ്ടാവുക, വേഴ്സ്റ്റ് കേസ് എന്താ ഉണ്ടാവുക, കുറച്ച് പൈസ അത് അടിച്ചു കൊണ്ടു, ബട്ട് ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ വന്നു, ബാക്കിൽ കയറിയിരുന്നു. വി ട്രാവൽഡ് അബൌട്ട് 3-4 kilometers ഇൻസൈഡ് എ മഡി റോഡ്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റാണ് വണ്ടി കയറ്റി വിടില്ല. പക്ഷെ ബൈക്കോട് വെച്ചു, ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട്. ദെൻ ഫ്രം ദർ വി ട്രെക്ഡ് അബൌട്ട് എ ഗുഡ് 1.5 kilometers ട്രെക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ബാഗൊക്കെ ലഗേജ് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ബേസിക് ക്ലോത്ത്സ് മാത്രം. അവിടെ പോയപ്പോൾ ഐ കുഡ് നോട്ട് ഗോ ഇൻ ദ റിവർ ബിക്കോസ് ദ ബ്രിഡ്ജ് ഇസ് ബ്രോക്കൺ. അപ്പോൾ ഐ ടുക്ക് എ ഡിപ്പ് ദർ. ദിസ് ഗൈ സ്റ്റുഡ് ബൈ മീ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു. അപ്പോൾ ഫോറസ്റ്റ്
gardener, I tipped him some money, he was happy. We came back to the road, I dropped him. And I said, I paid him some money, he did not take the money. And again, I was very surprised. You took time to take me there, show me the place and come back. എനിക്ക് താങ്കളെ കൊണ്ടുപോകാൻ തോന്നി, താങ്കൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നു. അപ്പം നമ്മുടെ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ വി ആർ സോ ബിസി ഇൻ ദിസ് റിഗ്മറോൾ ഓഫ് ട്രൈങ് ടു അച്ചീവ്, ട്രൈങ് ടു റൺ ബിഹൈൻഡ് തിങ്സ്. വി ഫീൽ വി ആർ ദ കിങ് ഓഫ് 4 walls, വിച്ച് ഇസ് അവർ ഹൗസ് ഓർ അവർ ഓഫീസ്. വി ഡിസൈഡ് തിങ്സ് അക്കോർഡിംഗ്ലി ആസ് സബോർഡ്. ഇതിന് പുറത്ത് വന്ന് ഇതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ദെൻ വി ആർ ക്വസ്റ്റനിങ് എവറിത്തിങ്. അത് എന്നെ കുറേ എനിക്ക് ഭയങ്കര വിഷമമായി. എന്നുവെച്ചാൽ ഐ ഡൗട്ടഡ് എ പേഴ്സൺ, ഹിസ് ഇൻറ്റൻറ്റ് വാസ് സോ ക്ലീൻ ആൻഡ് ഐ ഡൗട്ട്. അത് ആ യാത്ര പിന്നെ മുഴുവൻ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. ആ യാത്രയിൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവുമോ, അത് ശരിക്കും എൻ്റെ ഒരു ഭാഗ്യമാണോ? ഐ ലെഫ്റ്റ് വിത്ത് ദാറ്റ്. അപ്പോൾ അത് ഇറ്റ് ഹിറ്റ്സ് യു, ഇറ്റ് ഹോൺസ് യു, ബിക്കോസ് ഒരു ഫണ്ടമെൻ്റൽ നമ്മുടെ ഈ ഇൻ ദ ഫൈറ്റ് ഓഫ് ലിവിങ് ഓർ ഇൻ ദിസ് വി ഫൊഗെറ്റ് ഫണ്ടമെൻ്റൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ നമ്മുടെ റിലേഷൻഷിപ്പിന് വാല്യൂ മാർക്കുണ്ട്. പല കാര്യം നമ്മൾ ബിക്കോസ് പ്രയോറിറ്റി വേറെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് I reached Goa. ഗോവയിൽ I stayed in Anjuna Beach. I stayed in a shack for about 10 days. അപ്പോൾ ഞാൻ എൻ്റെ ഷെഡ്യൂൾ എൻ്റെ കാലത്ത് 5 മണിക്ക് എനിക്ക് നടക്കാൻ പോകും. വന്നു കഴിഞ്ഞാൽ I have tea, coffee. അപ്പോൾ അവിടെ ഒരു ഷാക്ക് ഓപ്പൺസ് അപ്പ് ഫോർ മീ. ഒരു പയ്യനുണ്ട്, നേപ്പാളി പയ്യനാണ്, ബട്ട് ഹി സ്പീക്സ് മലയാളം. അത് ഹീസ് വർക്ക് സമയം ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് and then during the day ഉച്ചയാകുമ്പോൾ it becomes a beer and becomes a hard drink, but I'm just sitting and reading a book. അപ്പോൾ അങ്ങനെ 2-3 days passed down. I met this so ആ ഷാക്കിൽ ഒരാൾ വന്നു. He's a Mexican by origin, but he works in Spain. So he came and sat and then we got talking. അത് ഈ ബുക്കാണ് the point, because he has read the same book. ഈ ബുക്കിൻ്റെ മുകളിലാണ് we are conversing. അപ്പോൾ അദ്ദേഹം ഹി ഫൗണ്ട് ദിസ് ബുക്ക് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ലാംഗ്വേജാണ് ആ ബുക്കിൽ കാര്യം പറയുന്നത്. അപ്പോൾ ഐ ഗോട്ട് ടു നോ മോർ അബൌട്ട് ഹിം. അപ്പോൾ ഇദ്ദേഹം ഹീ സ്പെൻഡ്സ് 4 months എവറി ഇയർ ഇൻ ഇന്ത്യ ഫോർ ലാസ്റ്റ് 7 years. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചെയ്യണമെന്ന് വെച്ചു. സോ ഹീസ് ഡൂയിങ് ഹിസ് PhD in Sanskrit. So I asked him. അപ്പോൾ he said first time he came to India, he was so impressed with the culture, with the language, the diversity. Because every 100 kilometers the culture changes, the language changes, dialect changes, everything changes. How it's like, so he said it's like how Europe is exactly how India is. And he went and he has spent time and he has gone more deeper than us. അപ്പോൾ അങ്ങനെ വരുമ്പോൾ he learned about Sanskrit. അദ്ദേഹം ശ്ലോകങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഞെട്ടും, അത്രയും വൃത്തിയായിട്ട് ശ്ലോകങ്ങൾ ചെല്ലും. And he is telling me the importance of the evolution of Sanskrit, അതുകൊണ്ടുള്ള evolution languageൻ്റെ implications എന്തൊക്കെയാണ്. All that is what he's going in detail. So and so I was like, okay, great, you know all this, so what? ഇത് എന്തിനാണ് ഉപയോഗിക്കാൻ പോണത്? അപ്പോൾ അയാളുടെ മറുചോദ്യം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു ഔട്ട്കം ഉണ്ടാവണം നിർബന്ധമില്ല. സോ നമ്മുടെ ചോദ്യം എന്താ ചെയ്യാൻ പോകുന്നത്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു പോസിറ്റീവ്ലി ഇമ്പാക്ട് യുവർ ലൈഫ്, വിച്ച് ഇസ് പ്യുവർലി മോണിറ്ററി. നമുക്കതാണ് പഠിപ്പിക്കല്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എല്ലാത്തിനും അങ്ങനെ ആവശ്യമുണ്ടോ? സോ ദാറ്റ് വാസ് അനദർ ക്വസ്റ്റ്യൻ ടു മീ. സോ അത് ശരിയാണല്ലോ, എല്ലാം നമ്മൾ പഠിക്കുന്ന ലൈക്ക് എല്ലാത്തിനും ഒരു സ്ട്രക്ചേർഡ് ഔട്ട്കം വേണം നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി വിസ്ഡം. നോളേജും വിസ്ഡം രണ്ട് കാര്യമാണല്ലോ. ഒരു യു ആർ ഗെറ്റിംഗ് ടു നോ സംതിങ്. സോ വി സ്പോക്ക് അറ്റ് ലെങ്ത് about different things in life, his perspectives, which fundamentally question everything I have learned so far in life. നമ്മളെ പഠിപ്പിച്ച കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവന്ന രീതി ഉണ്ടല്ലോ നമുക്ക്, അപ്പോൾ അതിനൊക്കെ ബ്രേക്ക് ചെയ്യണം എല്ലാത്തിനെയും. And then from there ഗോവയിൽ നിന്ന് പുറപ്പെട്ടു. I am coming down south. He came along with me to Gokarna, because Gokarna has also a history, a Sanskrit research centers ഉണ്ട് അമ്പലത്തിനടുത്ത് തന്നെ. So which he don't know. So I took him there. I spent a day with him, and then we split from there. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ട്. എന്ന് വെച്ചാൽ യു ആർ ക്വസ്റ്റനിങ് എവറിത്തിങ് നൗ. 1.5 മാസത്തെ ട്രാവലിൽ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും ഒരു 25 വർഷം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ എക്സ്പീരിയൻസ് എന്തായിരിക്കും. ആൻഡ് ഐ കെയിം ബാക്ക് in 21 days. I came back so much of positive energy. It was a complete refresh for me. My mind was completely refreshed. Like എൻ്റെ മനസ്സ് ക്ലീനാണ്.
I'm an open book. അത്രയും നമുക്ക് ഉള്ളിലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. പ്ലസ് ഈ ഇൻറ്ററാക്ഷൻസ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ, ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, മീ ക്വസ്റ്റ്യനിങ് മൈ സെൽഫ് ഇസ് ഓൾസോ അൺലേണിങ് എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ പഠിച്ച പല കാര്യങ്ങളും അൺലേൺ ചെയ്യണം അവിടെ. അപ്പോഴേ ഈ പുതിയ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റാണെങ്കിൽ ഇത് കുളം കമന്റ് ചെയ്ത് വളർക്കുന്ന പോലെയാണ്. ഇത് ഫോർ us it is okay when I'm questioning, if it doesn't make sense, it's off my mind. Now then I'm open to new things. So that newness brings a lot of fresh perspective. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഹൈ എനർജിയിൽ നിൽക്കുമ്പോൾ യു സീ ദിസ് വീഡിയോ, ഇറ്റ് ടേക്സ് യു ടു എ ഡിഫറെൻറ്റ് ലെവൽ. സോ ഐ കുഡ്ന്റ് സ്ലീപ്പ് ഫോർ 3 days. ഞാനൊരു ചുരുങ്ങിയത് 200 വട്ടം ഇത് കണ്ടിട്ടുണ്ടാവും. ആൻഡ് ദെൻ ഐ ട്രൈ ടു റീച്ച് ഔട്ട് ടു ഹിം, ആൻഡ് ഐ ഡിഡ് റീച്ച് ഔട്ട് ടു ഹിം ഒരു പീരീഡ് ഓഫ് ടൈം. സോ ദിസ് ഇസ് വെൻ ഐ തോട്ട് ഓക്കെ, സംതിങ് ഇസ് പോസിബിൾ ലൈക്ക് ദിസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2013 ജൂൺ മാസം മൈ ബ്രദർ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. സോ വൺ ഫൈൻ ഡേ അറ്റ് ഹോം, he's had dinner, he went out for a drive with his friend. They met with an accident. He was injured more because he didn't wear the seat belt, and he went he was in the ventilated ICU for about 2 weeks. So he literally touched the door and came back. അപ്പോൾ memory completely പോയി. It was rebirth for him. So he could not recognize his own mother. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹിസ് സ്കൾ വാസ് കംപ്ലീറ്റ്ലി കട്ട് ഓഫ്, സർജറീസ്. ഇറ്റ് വാസ് വെരി ഡീപ്, വെരി ഹാർഡ്ഷിപ്പ് ഹി വെന്റ് ത്രൂ. ഇറ്റ്സ് എ വെരി അൺകംഫർട്ടബിൾ കോൺവെർസേഷൻ. ഇറ്റ്സ് എ വെരി അൺകംഫർട്ടബിൾ തോട്ട്. നമ്മൾ ആരും ചിന്തിക്കില്ല, ബിക്കോസ് അത് കംഫർട്ടബിൾ അല്ല. പക്ഷേ അതൊരു റിയാലിറ്റിയാണ്. നാളെ കാലത്ത് എനിക്കൊരു ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഫ് ദാറ്റ് ഇസ് എ റിയാലിറ്റി, ഇഫ് യു ആക്സെപ്റ്റ്, ദെൻ യുവർ കംപ്ലീറ്റ് പെർസ്പെക്റ്റീവ് ടു ലൈഫ് ചേഞ്ചസ്. പിന്നെ ഈ മാഡ് റണ്ണിങ് ഒന്നും അർത്ഥമില്ലാണ്ടാവും. ബിക്കോസ് നാളെ ഞാൻ ഈ ഓടിയിട്ട് എന്തിനാണ്? ഓക്കെ, വേണം, എനിക്ക് ബാധ്യതകളുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ബട്ട് ടു ഹൗ മച്ച് ഡു ഐ നീഡ് ടു ടേക്ക് മൈ റെസ്പോൺസിബിലിറ്റി അപ്പ്? It's subjective. It's a question that everyone can ask our own self, and we'll all have different metrics for it. So for me, I said, all this doesn't make sense. And I was fully convinced. ഇതൊരു കുറച്ച് ദിവസങ്ങളുണ്ടായിട്ട് സെൽഫ് റിഫ്ലക്ഷനാണ്. ഒരു ദിവസത്തെ തീരുമാനമല്ല അത്. It is questioning every possible thing that I learned, my conversations, the reality of uncertainty, how actual that things can happen. Just because നമ്മുടെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ദിവസം 100 പേര് മരിക്കുന്നുണ്ട്. Just because they are not related to us, we don't bother. The moment it's somebody in the family, we are very stressed out. But the reality is that people are dying because of no other reasons. അത് നമ്മൾ കൺവീനിയൻസ് നമ്മൾ മാറ്റി വയ്ക്കാനാണ്. അപ്പോൾ I said that is, then I need to face that. അങ്ങനെ വന്നപ്പോൾ I said, okay, then for me it is about, I have a dream of traveling around the world, let me do it. No regrets. അന്നത്തെ തീരുമാനമാണ്. ദാറ്റ് ഇസ് 2013 ഒരു ഏപ്രിൽ മെയ് ഒരു തീരുമാനമാണ്. ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു ദിസ്. നൗ ഇറ്റ് ഇസ് അബൌട്ട് ഹൗ ഡു ഐ ഡു ഇറ്റ്. തീരുമാനം എടുത്തു. നൗ ഹൗ ഡു ഐ ഡു ഇറ്റ്? So then I said, I try raising, you need money for this. So then it took me about 2 years to plan. ഇതൊരു പഠിക്കണമല്ലോ, എങ്ങനെ ഒരു യാത്ര പോകേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഹൗ ഡു യു കോസ്റ്റ് ദ ട്രിപ്പ്, ഹൗ ഡു യു ട്രാവൽ, വാട്ട് ആർ ദ റൂട്ട്സ്, ഹൗ ഡു യു എക്സിറ്റ് ഇന്ത്യ ബൈ റോഡ് ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏത് വണ്ടി എടുക്കേണ്ടത്, എത്ര പ്രിപ്പയർ ചെയ്യണം, ഇതൊന്നും അറിയില്ലല്ലോ. ആൻഡ് then I reached out to a lot of other, see, Horizonൽ വന്നു. I started buying the CDs of how to prepare for travel. കുറേ preparing myself to know more, read a lot. അങ്ങനെ ഇരുന്നു ഒരു I said, okay, ഫണ്ട് റേസ് ചെയ്യണം. So I said, I'll sell everything I have in my life. So അത് കഴിഞ്ഞു, ഞാൻ ടെൻഷൻ വേണ്ട. So I decided. So then ഇത് ഞാൻ പോയി വീട്ടിൽ പറഞ്ഞപ്പോൾ നാച്ചുറലി ആൾക്കാർ ഇത് പൊട്ടത്തരാണല്ലോ, the biggest, nobody in their senses will do this. But I was very clear, I will not leave till the time they are convinced. So, and I cannot convince them. ഇത് പറയുമ്പോൾ this is French and Greek for them, അല്ലേ? വീട് വിറ്റ്, ജോലി രാജിവെച്ച് വിറ്റ് ഒരു യാത്ര പോവാന്ന് പറയുമ്പോൾ, and I was at that time doing very well from a career point of view. The only way is to cross question them. നിങ്ങളുടെ വിശ്വാസങ്ങളെ I called all my family members, my cousins, എല്ലാവരെയും വിളിച്ചു. നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കൂ. എനിക്ക് ഉത്തരം ഉണ്ടാവില്ല, പക്ഷേ I can give you direction of thought. So ഏറ്റവും കൂടുതൽ കൺസേൺ അമ്മയ്ക്ക് അച്ഛനാവും. അപ്പോൾ അമ്മ ചോദിച്ചു, ഇത് ഭയങ്കര റിസ്കി അല്ലേ? സോ വാട്ട് ഈസ് റിസ്കിനെസ് ഇവിടെ? അല്ലെ എപ്പോൾ എന്ത് സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും? ഞാൻ പറഞ്ഞു, അത് അല്ലെങ്കിൽ സംഭവിക്കാമല്ലോ, നമ്മൾ സാധാരണ ദിവസം സംഭവിക്കാമല്ലോ. ഒരു റിസ്ക് ഉണ്ട്. ഇത് ഓക്കെ, ഇവിടെ ആകുമ്പോൾ യു ആർ ഇൻ എ നോൺ പ്ലേസ്, അവിടെ ആകുമ്പോൾ യു ആർ ഇൻ അൺനോൺ പ്ലേസ്. ഹൗ വിൽ പീപ്പിൾ ട്രീറ്റ് യു?
ആ ഒരു റിസ്ക് ഫാക്ടർ ഇല്ലാതെ വേറെ എന്താ റിസ്ക്? സോ ദെൻ because then she's thinking, അതുവരെ അമ്മ ആലോചിച്ചിട്ടില്ല. So similarly, everybody's question was answered. Everybody's question, I did not leave anybody not answered. So that, because ഞാൻ പുറപ്പെട്ട് കഴിഞ്ഞാണല്ലോ ഇവരുടെ ലൈഫാണ് ഏറ്റവും കൂടുതൽ വിഷമം. ഇവർ ചിന്തിച്ചുണ്ടാക്കും പല കാര്യങ്ങളും. സോ യു നീഡ് ടു ബ്രിങ് സം ബാലൻസ് ഫോർ ദം, അറ്റ്ലീസ്റ്റ് ഒരു കോൺഫിഡൻസ് വേണം. ആൻഡ് ദെൻ മൈ പ്ലാനിങ് ഹാപ്പൻ പാരലലി. സോ from India, if you're looking at, there are only 3 exit points by road. One is from India, you go to Pakistan, Afghanistan, and then you can go towards Central Asia, which is Turkmenistan, Kazakhstan. The second is from Nepal, you go into China. Third option is Myanmar, Burma, and into Thailand. China traveling is very expensive because ഒരാൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. You have to go because അവിടെ ഗൈഡ്സ് ഉണ്ടാവും. ആ ഗൈഡ്സ് they charge per day. It's a very expensive affair. So you have to go as a convoy. So people, അപ്പോൾ ഞാൻ പോണ സമയത്ത് ആരും ട്രാവൽ ചെയ്യണ്ടായിരുന്നില്ല. The third option was through Myanmar, going to Thailand, which I had confirmed, and I started my journey from Kanyakumari, past Trivandrum, and ഇവിടുന്ന് വിട്ട് തൃശ്ശൂർ എത്തുമ്പോഴത്തേക്കും പറഞ്ഞു മ്യാൻമാർ ബോർഡർ എന്തോ പ്രശ്നമുണ്ട്. So the agent called up and said it's closed, so it's too risky to come all the way there and then come down. Then I have to come down to Calcutta and then ship out. So then I went from here to Chennai and I shipped the bike to Bangkok, and then my journey started off. So that was one part of it. Now ഏത് വണ്ടി എടുക്കുന്നുണ്ട്, വണ്ടി എടുക്കുമ്പോൾ എന്താ ഫോർമാലിറ്റീസ്, അതിന് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. സോ ഐ തോട്ട്, സോ വെൻ യു റിസർച്ചിങ് യു ആർ സീയിങ് ഓൾ ദ ബിഗ് ബൈക്സ്, ദ BMWs, the Triumphs, all that. ഒന്നും ഇവിടെ കിട്ടാനില്ല, കിട്ടും, ബട്ട് വെരി എക്സ്പെൻസീവ്. സോ ഐ തോട്ട് ഐ ടേക്ക് എ സെക്കൻഡ് ബൈക്ക്. പക്ഷേ അപ്പോഴാണ് മനസ്സിലാക്കിയ നമുക്ക് പാസ്പോർട്ട് പോലെ ബൈക്കിന് പാസ്പോർട്ട് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ദ കാർണി. അത് കിട്ടണമെങ്കിൽ യു ഹാവ് ടു പേ 200% ഓഫ് ദ വെഹിക്കിൾ വാല്യൂ ആസ് ഡെപ്പോസിറ്റ്, വിച്ച് ഇസ് റീഫണ്ടബിൾ വെൻ യു കം ബാക്ക്. അപ്പോൾ ഈ ബൈക്കിനൊക്കെ 10 ലക്ഷം 15 ലക്ഷം, അപ്പോൾ 30 ലക്ഷം കെട്ടി വയ്ക്കണം. അതിൻ്റെ ആ കാശില്ല, അപ്പോൾ അത് മാറ്റി. അങ്ങനെയാണ് കറങ്ങി തന്നെ എൻ്റെ എക്സിസ്റ്റിംഗ് ബൈക്ക് റീബിൽഡ് ചെയ്യാം ഫ്രം സ്ക്രാച്ച് എന്ന തീരുമാനത്തിലേക്ക് വന്നു. സോ ദെൻ ഐ കംപ്ലീറ്റ്ലി റീബിൽഡ് ദ ബൈക്ക്. നൗ ഈ ഒരു ഡോക്യുമെൻ്റ് കിട്ടണമെങ്കിൽ ദർ ഇസ് യു ഹാവ് ടു ഗോ ടു ദ Automobile Association of India. So Delhi has got one, Calcutta has got one, Madras has got one, Bombay has got one. Everybody has different rules. Chennai people parnu, I have to pay 200% of the value. Bombay, the guy was a good guy sitting there, so he said, don't worry, you pay me 75,000 rupees, I'll document it properly, you can leave. One day full pannadu. കുറച്ച് മോഡിഫിക്കേഷൻ ഉണ്ട്, ഞാൻ വണ്ടി പിക്ചർ കാണിച്ചു തരാം. This was how the vehicle looked, the old Thunderbird, the 2000 model Thunderbird. പക്ഷേ അത് പണിത് വന്നപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ദിസ്. സോ ദ ഫ്യൂവൽ ടാങ്ക് ഇസ് ബിഗ് ബിക്കോസ് സാധാരണ ഫ്യൂവൽ ടാങ്ക് 12 liters, ദിസ് ക്യാരീസ് 20 liters. അപ്പോൾ നമ്മൾ 2 ടാങ്കിന് ബ്രേക്ക് ഉണ്ടാക്കിയിട്ടില്ല. സീറ്റിംഗ് ഇസ് ഡിഫറെൻറ്റ്, ഹാൻഡിൽ ഇസ് ഡിഫറെൻറ്റ്, ബിക്കോസ് ലോങ് ഡിസ്റ്റൻസ് അല്ലേ. സോ ദ എൻറ്റയർ എൻജിൻ ബെയറിങ്സ്, ഐ ഇമ്പോർട്ടഡ് ദ ബെയറിങ്സ്, സോ ഇറ്റ് ലാസ്റ്റ്സ് ദിസ് ഡിസ്റ്റൻസ്. കുറേ ഫ്രം ഗ്രൗണ്ട് അപ്പ് വി ബിൽഡ് ദ ബൈക്ക്. ഇത് വെച്ചിട്ട് ഐ വെൻ്റ് ടു ദ RT ഓഫീസ് ബിക്കോസ് പെയിൻറ്റ് മാറിയല്ലോ, എൻ്റെ RC ബുക്കിൽ പെയിൻറ്റ് മാറണം. അപ്പോൾ അവർ പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് റോയൽ എൻഫീൽഡ് അല്ല, ഇത് ഇങ്ങനത്തെ വണ്ടി റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടില്ല. ഞാൻ അത് ഇറക്കിയിട്ടില്ല, ഞാൻ ഇങ്ങനത്തെ ട്രാവലിനാണ് പോകുന്നത്, അതിന് വേണ്ടി ഇതൊക്കെ ചെയ്തിരിക്കാൻ പറഞ്ഞപ്പോൾ ദേ നോട്ട് റെഡി ടു ആക്സെപ്റ്റ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഗോ ബാക്ക് ടു റോയൽ എൻഫീൽഡ്, ദേ ഷുഡ് മാനുഫാക്ചർ 100 such vehicles for us to give you an approval, or go to the place where you bought the bike, get us a proof that you bought this bike from here. അപ്പോൾ ഇത് സെക്കൻഡ് ബൈക്കാണ്. സോ ഐ കോൾഡ് ദ ഏർലിയർ ഓണർ. അയാൾ വിളിച്ചാൽ പറഞ്ഞു ഇന്ന ഷോറൂമിലാണ്. ഷോറൂമിൽ പോയപ്പോൾ അവർ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ദെൻ വെൻ ബാക്ക്, ഭാഗ്യത്തിന് അവിടെ അപ്പോഴത്തേക്കും 3 ദിവസം ഞാൻ RT ഓഫീസിൽ ഡെയിലി കയറി ഇറങ്ങുകയാണ്. ഒരാഴ്ച പിടിച്ചു എനിക്ക് ഇതിൻ്റെ ഒന്ന് അപ്രൂവൽ യെസ് എന്ന് പറയാനായിട്ട്. ദെൻ താങ്ക്ഫുള്ളി ദർ വാസ് വൺ ഓഫ് ദ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, എ യങ് ചാപ്പ് who worked in Bangalore. He had some senses. He said, you come to the collectorate, I will do it for you. 5 ദിവസം നടത്തിച്ചു തന്നെ ഇതിനു വേണ്ടി. അങ്ങനെ അപ്പോൾ നമുക്ക് ഒരു ബ്ലോക്ക്, ഇഷ്ടംപോലെ ബ്ലോക്ക്സാണ്, നമുക്ക് തോന്നുന്നത് എന്തിനാണ് ചെയ്യണമെന്ന്. ആ ലെവലിൽ വെറുപ്പിക്കും നമ്മളെ. അങ്ങനെ ദെൻ വി ചേഞ്ച് ദ ഹോൾ തിങ്. കളർ മാറ്റി, സീറ്റ് മാറ്റി, ഹാൻഡിൽ മാറ്റി, ടാങ്ക് അതിനെ വെച്ചു, ബാക്കിയെല്ലാം മാറ്റിയിട്ട് ദ ഗേവ് മി ആൻ അപ്രൂവൽ. ആൻഡ് ദെൻ അഗെയിൻ കെയിം ബാക്ക്, റിമൂവ്ഡ് ഓൾ ദാറ്റ്, ഗോട്ട് ഓൾ ദി അപ്രൂവൽ, ആൻഡ് ദെൻ സ്റ്റാർട്ട് ഓഫ്. So ഞാൻ പറഞ്ഞത്, so this has been the journey so far till the travel. So the biggest, so coming back to the point here is that it was, the decision is the biggest thing. Traveling is not big. To travel എടുക്കാൻ തീരുമാനമാണ് ഏറ്റവും ചാലഞ്ചിങ്. അപ്പോൾ അവിടെ ഇറ്റ് ഇസ് ലോട്ട് ഓഫ് അൺലേണിങ്, ലോട്ട് ഓഫ് എന്താ പറയുക, ലോട്ട് ഓഫ് ക്വസ്റ്റനിങ് ദാറ്റ് മെയ്ഡ് മീ ഡു ദിസ്. And because of which I got clarity. ആ തീരുമാനത്തിന് വളരെ, I was very clear
Because I kept going deeper into myself to decide that this is what I have to do and I'll do it come what may. And then the journey started off. So we are so conditioned to ourselves. നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു ഹോളിഡേ 10 ദിവസം 15 ദിവസം 20 ദിവസം നമ്മൾ തിരിച്ച് വരും. നമ്മുടെ മനസ്സിൽ ഓൾറെഡി പ്രോഗ്രാംഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു യാത്ര പോകുമ്പോൾ യു സ്റ്റാർട്ട് ട്രാവലിംഗ് തിരിച്ചെന്നാൽ വരെ അറിയില്ലല്ലോ, നമ്മൾ പോവാണ്. അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എല്ലാം മിസ്സിംഗ് ആണ്. കാലത്ത് എണീക്കുമ്പോൾ നമ്മുടെ കാപ്പി ഭയങ്കര മിസ്സിംഗ് ആണ്, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നില്ല. നമ്മൾ ഇതുവരെ എന്തൊക്കെയാണോ ജീവിതത്തിൽ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയി കണ്ടത് ഒന്നുമില്ല മുമ്പിൽ. സോ ദെൻ എവറിത്തിങ് ബിക്കംസ് അൺകംഫർട്ടബിൾ ഫോർ അസ്. 10-15 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് മടുക്കും. അപ്പോൾ വി വിൽ ഫൈൻഡ് ഇനഫ് റീസൺസ് ടു കം ബാക്ക്. നമുക്ക് തന്നെ തോന്നും മതിയാക്കാം എന്ന് പറയും. അതൊരു നാച്ചുറൽ ഭാഗമാണ്. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ വളരെ പ്ലാൻഡ് ഡേ ആണല്ലോ. നമ്മൾ ഇത്ര മണിക്ക് എണീക്കണു, ഇത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണു, ഇത്ര മണിക്ക് ഓഫീസിലേക്ക് പോകണു, ഓഫീസിൽ പോയി എന്താ ചെയ്യണം നമുക്കറിയാം, തിരിച്ച് വീട്ടിൽ വന്ന് എന്താ ചെയ്യണം അറിയാം. ഇത് നാളെ കാലത്ത് അടുത്ത നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഡെസ്റ്റിനേഷൻ എത്തുമെങ്കിൽ അറിയില്ല. ബിക്കോസ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ ബിറ്റ്വീൻ ഐ കൻ ഗെറ്റ് ഡിലേഡ്, ട്രാഫിക് ജാം ആവാം, റൂട്ടിൽ വെതർ കണ്ടീഷൻസ് ആവാം, ഐ മൈ നോട്ട് റീച്ച് മൈ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ അറിയില്ല, വേർ വിൽ ഐ സ്റ്റേ. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ് അൺസർട്ടനിറ്റി. അപ്പോൾ അൺസർട്ടനിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദിസ് ഇസ് ദ വേഴ്സ്റ്റ് തിങ് ടു ഹാപ്പൻ. സ്ട്രെസ് അടിച്ച് മരിക്കും. അപ്പോൾ നാച്ചുറലി ഇങ്ങനത്തെ ഒരു യാത്ര കഴിയുമ്പോൾ നോർമലി ഒരു സർട്ടൻ പോയിന്റ് എത്തുമ്പോൾ ആൾക്കാർക്ക് പിന്നെ പറ്റാണ്ടി പോകും. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ഇറ്റ്സ് കോൾഡ് ട്രാവലേഴ്സ് വാൾ. ബിക്കോസ് യു ഹിറ്റ് ദ വാൾ, പിന്നെ യു കാൻ ട്രാവൽ. ബിക്കോസ് അത് നമുക്ക് അങ്ങോട്ട് തിരിച്ച് വരാതിന് മാത്രമേ മാർഗമുള്ളൂ. സോ ലോട്ട് ഓഫ് പീപ്പിൾ കം ബാക്ക്. അതൊരു 2 weeks ആണ് ആ ടൈം ഫ്രെയിം നോർമലി. എനിക്കും ആ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ ദർ വാസ് ദാറ്റ് വൺ ഡേ I was in Thailand, north of Thailand, Chiang Mai, and I'm traveling out of Chiang Mai. And our journey was about almost, I traveled 600 kilometers. It was the worst day for me. Weather was very bad. I was very low. ഞാൻ ഓൾമോസ്റ്റ് ആ ട്രിപ്പിൾ തിരുവഞ്ചു ഞാൻ തിരിച്ചു പോകുന്നത് ഐ ഡിസൈഡഡ്. എന്നിട്ട് ഞാൻ ആ യാത്ര എത്തിയത് ദ പ്ലേസ് കോൾ ലോയ്. അത് നോർത്ത് ഈസ്റ്റിലാണ്, തായ്ലൻഡിൻ്റെ ഒരു ടൗണാണ്. ആൻഡ് നമുക്കെന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പുറപ്പെടുമ്പോൾ ഇതൊരു സോ മച്ച് ഓഫ് പീപ്പിൾ അറൗണ്ട് യു. പീപ്പിൾ പട്ടി പൂച്ച പശു ഒക്കെ ഉണ്ട് റോട്ടിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് ഇതല്ല. നമ്മൾ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ തായ്ലൻഡിൽ പോയി കഴിഞ്ഞാലോ അടുത്ത അരമണിക്കൂർ നമ്മളവിടെ മാത്രമേ റോട്ടിലുണ്ടാവുള്ളൂ. നമുക്ക് നിർത്തി വർത്താനം പറയാൻ നോബഡി സ്പീക്സ് ഇംഗ്ലീഷ്. സോ യു ആർ ടോക്കിംഗ് ടു യുവർ സെൽഫ് ഓൺലി. നമുക്കൊരാളുടെ വർത്തമാനം പറയാൻ നമ്മൾ വിൽ ബി തിങ്ങി മുട്ടി നിൽക്കും. നമ്മൾ എന്നുവെച്ചാൽ യു വോണ്ട് ടു എക്സ്പ്രസ് ബട്ട് യു കാൻറ്റ് എക്സ്പ്രസ്. നോബഡി ഇസ് ദെയർ ടു ലിസൺ ടു യു. വിഷമം പറയുമ്പോൾ ആളില്ല, സങ്കടം പറയാനില്ല, സന്തോഷം വന്നാൽ പറയാനില്ല, ഒന്നിനും ആളില്ല നമ്മൾ ചുറ്റും. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മളെ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ഭയങ്കര ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഇറ്റ് ബ്രിങ്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ തായ്ലൻഡിൽ നിന്ന് ഐ സ്റ്റാർട്ട് മൈ ജേർണി ഫ്രം ബാങ്കോക്ക്. തുടങ്ങിയിട്ട് ഐ ഫസ്റ്റ് വെൻറ്റ് ടു പ്ലേസ് കോൾ അയുത്തായ. ഇറ്റ്സ് അബൌട്ട് 80 kilometers നോർത്ത് ഓഫ് ബാങ്കോക്ക്. നമ്മുടെ ഹംപി പോലെയാണ്. ഹംപി വാസ് ദ ക്യാപിറ്റൽ ഓഫ് വിജയനഗര ഡൈനാസ്റ്റി. എൻറ്റയർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആ റീജിയൻ ഇറ്റ് ഇസ് കോൾഡ് ദ സിയാം റീജിയൻ. സിയാം റീജിയൻ്റെ ക്യാപിറ്റലാണ് അയുത്തായ. So broad roads, canals, temples, beautiful place. I spent couple of days there. Avarna I'm traveling to North Thailand. My travel starts. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഞാൻ ഹൈവേയിലേക്ക് എത്തി. ഞാൻ കുറേ ദൂരം നമുക്കൊന്ന് ഒറ്റയ്ക്കാകുമ്പോഴേ ലോട്ട് ഓഫ് ക്വസ്റ്റനിങ് കംസ് ഇൻ. അങ്ങനെ ഹാഫ് ദ വേ സ്റ്റോപ്പ് അറ്റ് എ പ്ലേസ് കോൾ തക്ക്. ഇറ്റ്സ് എക്സാക്ട്ലി മിഡ് വേ സെൻട്രൽ പോയിന്റ് ഓഫ് തായ്ലൻഡാണ്. അപ്പോൾ അന്ന് താമസിക്കാൻ ഐ സ്റ്റേഡ് ഇൻ എ സ്മോൾ റിസോർട്ട് പോലെ. ഹട്ട്സാണ് ഫുള്ള്. അപ്പോൾ എല്ലാ ഹട്ട്സ് ഫുള്ളാണ്. I got one hut. Everybody is Thai. Nobody speaks to English. ഞാൻ ചെന്നു, അവിടെ ഇരുന്നു. പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോൾ ആരും വർത്താനം പറയില്ല. വൈകുന്നേരം സന്ധ്യ ആകുമ്പോൾ നമുക്ക് ഈ ലോൺനെസ് ഏറ്റവും കൂടുതൽ അടിക്കുന്നത് സന്ധ്യ നേരത്താണ്. I was standing in the resort സൈഡ് ചെറിയൊരു പോണിന് വക്കത്ത് പോയി നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, വിഷമമുണ്ട്, സങ്കടമുണ്ട്, കരയണോ, അത്രയും നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യും. ആ സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ഗുഡ് ഈവനിങ് സാർ എന്ന് പറഞ്ഞു. എനിക്കുണ്ടായ സന്തോഷം, ഐ ക്യാൻ ടോക്ക് ടു സംബഡി. അതുവരെ നമ്മൾ ഈ പുറപ്പെട്ടിട്ട് ഒരാളുടെ വർത്തമാനം പറയാൻ പറ്റാത്ത ഒരാളോട് ഗുഡ് ഈവനിങ് സാർ കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം. ഞാൻ തിരിഞ്ഞ പെൺകുട്ടി സംസാരിച്ചു. അപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഓണർ ഡോക്ടറാണ്. ഷീ വർക്ക്സ് ഇൻ ഹോസ്പിറ്റൽ. ആ കുട്ടി കാരണം 4 വാക്കാ ഗുഡ് ഈവനിങ് സർ, ഹൗ ആർ യു, വാട്ട് ഈസ് യുവർ നെയിം. ഞാൻ ആ കുട്ടി പറഞ്ഞു ഇംഗ്ലീഷ്. അപ്പോൾ ഐ സ്പോക്ക് ടു ഫോർ 4 hours. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അങ്ങോട്ട് പറഞ്ഞു സ്ഥലങ്ങൾ തായ്ലൻഡിനെ പറ്റി പറഞ്ഞു തരുന്നു. You will find ways to communicate because you have to express. So that is where you are so dependent on external factors. We are not dependent on external factors because again we are living in a very controlled environment.
The external factors become important when we are outside the comfort zone. അത് നമ്മൾ ശരിക്കും മനസ്സിലാവും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ ആ യാത്ര, that is from coming back to Chiang Mai to Loy, I was so lonely. I decided that I'm going to break this trip. അവിടെ എത്തിയപ്പോൾ, and that was again a small town. അവിടെ എത്തിയൊരു ഐ എം സ്റ്റേയിങ് ഇൻ Airbnb. ചെന്ന് ആ ഗേറ്റ് തുറന്നത് ഒരു ഇംഗ്ലീഷുകാരനാണ്. So in Thailand, a lot of English people stay there. They have a relationship. They have somebody in Thailand. Our UK ൽ കിട്ടുന്ന പെൻഷൻ കൊണ്ട് they can live a king's life in Thailand, and it's a good country to live. Beautiful country. ഇയാൾ തുറന്നു, he started speaking English. I was so happy. That night we did not sleep at all. That night changed everything for me. Next day my travel changed. It was just a switch over for me of from the worst day, and then അതുവരെ ട്രാവലും പിന്നെ ട്രാവൽ വേറെയാണ്. Now I am completely open for travel. ഇതുവരെ ട്രാവലിന് എഗെയിൻസ്റ്റ് ആയി പോയ ആൾ, next day onwards I am open to travel. I am looking forward to every sunrise. I am looking forward to meeting people at every hostel I go or wherever it is. അപ്പോൾ നമ്മളത് we are embracing uncertainty. അതാണ് ആ പോയിന്റ് വരുന്നത്. അപ്പോൾ ഈ ട്രാവലേഴ്സ് വോൾ എന്ന് പറയുന്ന ഫേസ് കുറേ പേര് അടിച്ച് തിരിച്ച് വരും. അതൊരു ഇറ്റ് ഇസ് പാർട്ട് ഓഫ്, ചിലർക്ക് 2 ആഴ്ച 3 ആഴ്ച, ചിലർക്ക് പെട്ടെന്നാവും. അത് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ടു പീപ്പിൾ. ഫോർ മീ ഇറ്റ് ടുക്ക് അബൌട്ട് 2 to 3 weeks. ബൈ ദ ടൈം ആ ഫേസ് കഴിഞ്ഞപ്പോൾ then travel changed for me. Then by the time I was crossing the border into Laos, that was a very different story. Then the travel started changing. Media tells you a very biased story. The reality is very different. People are very different. Nothing to do with what the media says. നമ്മളൊക്കെ കേട്ട പല രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ, ഇത്ര നല്ല ആൾക്കാരെ വേറെ എവിടെയും കാണുന്നത് നമ്മൾ. 2-3 അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ വിച്ച് പീപ്പിൾ സേ ഐ മേക്കപ്പ്. അപ്പോൾ ഈ യാത്ര കഴിഞ്ഞ് I did Thailand, I went Laos, Cambodia. I'm coming back because I could not travel to Vietnam. എൻ്റെ ബൈക്കിൽ ഒരു ബോർഡർ സ്റ്റോപ്പ് ചെയ്തു. ബിക്കോസ് ബോർഡർ റൂൾ ഉണ്ട്, ബിലോ 250cc ബൈക്കാണെങ്കിൽ മാത്രമേ കയറ്റുള്ളൂ, അല്ലെങ്കിൽ സ്പെഷ്യൽ അപ്രൂവൽ വേണം, വിച്ച് ഐ ഡോണ്ട് ഹാവ്. സോ ഐ കെയിം ബാക്ക് ടു കംബോഡിയ. ഐ എം ഗോയിങ് ബാക്ക് ടു തായ്ലൻഡ്. അപ്പോൾ ആ സ്മോൾ റോഡ്സിൻ്റെ എന്താ ഗുണം വെച്ചാൽ യു സീ ദ പീപ്പിൾ, യു സീ കൾച്ചർ. ഐ ജസ്റ്റ് ഷോ യു സം പിക്ചേഴ്സ്. അല്ലെങ്കിൽ ഞാൻ ഈ വർത്തമാനം പറഞ്ഞാൽ മാത്രമേ. സോ ദിസ് വാസ് the life of 500 days. എന്താ പറയുക, I had a spare tire. I had about 5-6 tubes, spark plugs, chain. ഇത് ഒറ്റ പാർട്സ് കിട്ടില്ല പുറത്തേ വണ്ടിയുടെ. ഒന്നാമത് ഇതിൻ്റെ എഞ്ചിൻ ഇസ് എ ഓൾഡ്, അതായത് AVL സീരീസ് എഞ്ചിനാണ്, ഓസ്ട്രിയൻ എഞ്ചിനാണ്. ഇറ്റ് സ്റ്റോപ്പ്, ദർ ഇസ് നോ പ്രൊഡക്ഷൻ. സോ ഐ ഹാഡ് ടു ക്യാരി സ്പോക്സ്, എഞ്ചിൻ ഓയിൽ, ചെയിൻ ലൂബ്രിക്കേറ്റർ, ചെയിൻ സ്പ്രോക്കറ്റ് ഒക്കെ എക്സ്ട്രാ, സ്പാർക്ക് പ്ലഗ്സ്. ആ സൈഡിൽ കാണുന്ന 2 സാഡിൽ ബാഗ്സിലും സ്പെയർ പാർട്സ് മാത്രമാണ്. അത് ഈ വണ്ടി കാരണം കേട്ടോ. അത് പിന്നെ ഐ ഹാഡ് മൈ ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, മൈ ലാപ്ടോപ്പ് ബാഗ്, ആൻഡ് മൈ ക്ലോത്ത്സ്. That's it. And this is my life for 500 days. ഈ ബൈക്കിൽ ഇപ്പോൾ ട്രാവലിംഗ് വേണ്ടി സിറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഹൗ കംഫർട്ടബിൾ were you with the baggage on the back? That was fine. So the seating was fine for me because the seat, the support ഉണ്ട്, സപ്പോർട്ട് ആണ്, കറക്റ്റ് ആണ്. ഇറ്റ്സ് എ പ്രോപ്പർ സപ്പോർട്ട്. സോ ആ സ്പേസ് ഒക്കെ ഉണ്ട്. സോ ഐ എം കറക്റ്റ്ലി ആ ഗ്യാപ്പിൽ കറക്റ്റ് ഇരിക്കുന്നത്. എനിക്കതുകൊണ്ട് ബാക്ക് സപ്പോർട്ട് അടിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ട്രാവലിംഗ് ഒരു എവിടേക്ക് എത്രത്തോളം തവണ ആവശ്യം വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ചെയിൻ സ്പ്രോക്കറ്റ് ഐ ചേഞ്ച്ഡ് in Oman. First leg കഴിഞ്ഞപ്പോൾ, so I split the travel into 2 legs. One was Southeast Asia. So the first leg of the trip was Southeast Asia and Australia. The second leg was Middle East and Europe. So Southeast, because since I traveled slowly, നമുക്കൊരു വിസ കിട്ടി കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് ആ രാജ്യത്ത് കയറണമെന്നുണ്ട്. You have to enter the country within a specified time. So I will not reach Europe, and so I split the trip into 2. അപ്പോൾ in this travel, so അന്ന് I did this travel 10 years back. അന്ന് Royal Enfield ഇത്ര സർവീസ് സെൻറ്റേഴ്സ് ഇല്ല. സോ ദാറ്റ് വാസ് മലേഷ്യയിലുണ്ടായിരുന്നു. So Malaysia I did 1 round. മലേഷ്യ എത്തുമ്പോഴത്തേക്കും couple of spokes had broken. So but I was able to change the spark plugs. അവിടെ ഒരു Royal Enfield ഡീലർഷിപ്പ് ഉണ്ടായിരുന്നു. So that helped me a lot. പിന്നെ അത് കഴിഞ്ഞിട്ട് Indonesia I had one guy who he's a normal mechanic but he works on Royal Enfields. So that was there. അപ്പോൾ in Indonesia I hit a big pothole. My back rim got completely bent. അത് വെച്ച് ഓടിച്ചു entire Australia. So by the time I hit the end of Australia, my rim is gone. So I shipped the bike to Oman. അവിടെ നിന്നൊക്കെ മാറി.
Engine oil I was regularly, because this was burning a lot of oil. അപ്പോൾ അതൊക്കെ regularly all those was happening. I was നമ്മളിപ്പോൾ പല കൺട്രീസിലും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും പല റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫ്രീ വേ കയറാൻ പറ്റില്ല, എസ്പെഷ്യലി ടൂ വീലർ. So Thailand, I'm coming from Cambodia to Thailand. I go into the highway. I take the bridge, which is the freeway, which is not allowed for motorcycles. അപ്പോൾ എന്നെ ഫസ്റ്റ് ടോളിൽ വെച്ച് എന്നെ പിടിച്ചു വരും. ആൻഡ് ദ ഫസ്റ്റ് ടോൾ ഇസ് എ ഗുഡ്, കുറേ ദൂരം പോയിട്ടാട്ടോ. ഇറ്റ്സ് ലൈക്ക് എ ഗുഡ് 50 kilometers പോയിട്ടാണ് ഫസ്റ്റ് ടോൾ വരുന്നത്. ഇറ്റ്സ് എ എലിവേറ്റഡ് ഹൈവേ. So they told me you've broken the rules and you have to pay a fine. So naturally it's avർക്ക് chance ആണല്ലോ. So they said I have to pay 10,000 baht. That's about 5,000 rupees. Now ഈ travel every penny is a penny because you only have so much of money, you have to save whatever possible. അപ്പോൾ I said എൻ്റെ പൈസ ഇല്ല, എനിക്ക് അവിടെ എത്തിയിട്ട് I have a hostel, I have made the payment for the hostel, I have to fill gas, അത്ര പൈസ എൻ്റെ കയ്യിലുള്ളൂ, അത്രേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിങ്ങളെ വിടില്ലേ പറഞ്ഞു. ഞാൻ വിടണ്ട പറഞ്ഞു. ഞാൻ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു, സൈഡിലിരുന്നു, ബൈക്ക് സൈഡിലിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു 10 അവർ 8 വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര പറഞ്ഞാൽ ഐ വോണ്ട് ഹാവ് എ സിംഗിൾ പെനി ടു പേ യു, എൻ്റെ പൈസ ഇല്ല. 8 വന്നു, 6 വന്നു, അവസാനം 1000 എത്തി. 10,000 എൻ്റെ പൈസ ഇല്ല, 1000 രൂപ തരാൻ ഇല്ല, 1000 ബാത്ത് തരാൻ ഇല്ല. ഐ എം എ ട്രാവലർ, ഐ എം ട്രാവലിംഗ് മോർ, ഐ നീഡ് ടു ഈറ്റ് ഫുഡ് ആൻഡ് ലിവ്, ദാറ്റ്സ് മൈ പോയിൻറ്റ്. അതൊരു അപ്പോൾ എനിക്ക് മനസ്സിലായി. ദെൻ പതുക്കെ ഞാൻ സ്ലീപ്പിംഗ് ബാഗ് സൈഡിൽ അവിടെ ഇട്ടു, പായായിട്ട് ഞാൻ കടന്നു കൊണ്ട്. അപ്പോഴത്തേക്ക് രാത്രി 10 മണി 11 മണി. എനിക്കിപ്പോൾ അവിടെ എത്തിയിട്ട് പാലും എന്നെ കാത്തിരിക്കുന്നല്ലോ. സോ ഐ ഹാവ് മൈ ടൈം, ഐ കൻ ഡു വാട്ട് എവർ ഇറ്റ് ഇസ്. ഒരു 11 മണി അവർ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ. അപ്പോൾ അവർ പറഞ്ഞു അധികം പോകരുത്, അടുത്ത ഇവിടുത്തെ യു ഗോ X number of kilometers, there's an exit, take the exit out and then go outside. So that is the way I face that. It might not work everywhere, but some places, see, when you don't have anything to lose, just go with the flow. പിന്നെ നമ്മൾ പല കൺട്രീസ് പോകുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ കാലിഫോർണിയയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പെട്രോൾ അല്ലെങ്കിൽ വണ്ടി തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഇപ്പോൾ നമ്മളൊരു 4 വീലർ പോകുന്നതാണ് ബെറ്റർ, ഒരു 2 വീലർ പോകുന്നത്? So okay, this is a big question that happens. This is a big debatable question. 2-wheeler പോകുമ്പോൾ you are much more approachable to people. People come and approach you much more openly. You are out there in the open. അതാണ് അതിൻ്റെ വ്യത്യാസം. So 4-wheeler, if you are not comfortable, it's purely your comfort zone. അത്രേ ഉള്ളൂ. ഇത് ശരി തെറ്റില്ല. So people go in so people cannot handle the pressure of a 2-wheeler because 2-wheeler പോകണമെങ്കിൽ മൈൻഡ് സെറ്റ് വേണല്ലോ. കുറച്ചൊരു ഫിസിക്കൽ ഇതൊരു എൻഡ്യൂറൻസ് വേണമല്ലോ. ഫിസിക്കലി യു ആർ കൈൻഡ് ഓഫ് ബേണിംഗ് ഔട്ട്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ whereas 4-wheeler is more convenient. പക്ഷേ you can explore more when you are in a 2-wheeler. പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ, like for example ലാവോസിൽ I could not take my bike. I bought another bike there. So അവിടെ പോയിട്ട് from Laos I went to a place called Luang Prabang, which is north of Vientiane. അവിടെ പോയിട്ട് ഹോസ്റ്റലിൽ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ അവിടെ വേറെ ആളുണ്ട്. അയാൾ ഹീസ് എ ട്രാവലർ, ഹീസ് സെല്ലിങ് എ ഹോണ്ട 200cc ബൈക്ക്, $200. I picked up. I then traveled the rest of north. കുറച്ച് അവിടെ ട്രാവൽ വന്നിട്ട് ഞാൻ പോകുമ്പോൾ വേറെ ആൾ വന്നു. I sold this bike to him for $200. ഡോക്യുമെൻറ്റേഷൻ ഒന്നുമില്ല. So when you come out, so അവിടെയൊക്കെ വേറെ നമ്മൾ 4-wheeler പോകണമെങ്കിൽ then because certain places if you want to really explore, go into the unknown space. Now with this bike I can't do that because Royal Enfield ആണ്. ഹൈവേ പോയാൽ this is an adventure bike അല്ലല്ലോ. This is a proper highway kind of a bike. റഫ് റോഡ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ബുള്ളറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. ഇപ്പോൾ നമ്മൾ സ്പ്ലെൻഡർ അല്ലെങ്കിൽ യമഹ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാൻഡിൽ ഇറ്റ് ഈസിലി. നമ്മുടെ കയ്യിൽ സ്ലിപ്പ് ചെയ്തപ്പോൾ ഞാൻ വലിയ പാടാണ്. അപ്പം ഞാൻ ഈ ദിസ് ഇൻസിഡൻ്റ് ആയിട്ട് തോന്നുന്നു തായ്ലൻഡിൽ എന്നെ. ദാറ്റ് വാസ് ദ ഡേ ഐ എം കമ്മിങ് ഫ്രം കംബോഡിയ. സോ കംബോഡിയ ഐ ക്രോസ് ദ ബോർഡർ. ഞാൻ ഹൈവേ വഴി പോകാറില്ല. ഐ ടേക്ക് ദ സ്മോൾ റോഡ്സ്. അപ്പോഴാണ് നമുക്ക് ഭംഗി കാണാൻ. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തിൽ എറണാകുളത്ത് 6 lane വന്നാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ആ ഉള്ളിൽ കൂടെ പോകുമ്പോഴാണ് ഈ പുഴയും വീടുകളും കാണുമ്പോഴുള്ള ഭംഗി, ആ നാടിൻ്റെ ഭംഗി കാണാപ്പോഴാണ് പോകുമ്പോൾ ഇതേപോലെ. ആൻഡ് ദിസ് ബൈക്ക്, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ബൈക്ക്, ഫുൾ വെയിറ്റ് ബാക്കിലാണ്. ബൈക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഫ്രണ്ട് ട്രാക്ഷൻ 0, ഫ്രണ്ടിൽ ഒരു ഗ്രിപ്പും ഇല്ല. വേറെ ആക്ച്വലി ഇഫ് റൈഡിങ് ഫ്രണ്ട് ഗ്രിപ്പാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇത് ഒട്ടും ഫ്രണ്ട് ഗ്രിപ്പ് ഇല്ലാത്ത ബൈക്ക് ഇങ്ങനെയാണ് പോവുക ആ ബൈക്ക്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ട്രാക്ഷൻ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഐ വാസ് എഡ്ജ്ഡ് ഔട്ട് ഓഫ് ദ റോഡ്. മഴ പെയ്യായിരുന്നു. ഒരു കാർ, one guy came over. നമ്മുടെ നാട്ടിലെ സിംഗിൾ ക്യാരേജ് വേ, one guy came over. I was edged out. And ഈ വണ്ടി ടോപ്പ് സ്പീഡ് 50 km. 80 നമ്മൾ പോയില്ല വണ്ടി. അപ്പോൾ
So, but still 80 with this luggage is quite, in a small road is decently fast. I edged out a pull. I went scraping down about a good 200 meters. I fell into a ditch. Ditching up and up and mentally ഈ ട്രിപ്പ് കഴിഞ്ഞു തീരുമാനിച്ചു ഞാൻ. പക്ഷേ ഞാൻ പുറത്ത് എനിക്കൊന്നും പറ്റിയിട്ടില്ല. Luckily local people came. They pulled out the bike. ബൈക്ക് നോക്കിയപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഇസ് സ്റ്റക്ക് ഇൻ ബിറ്റ്വീൻ ദ ബ്രേക്ക് ലിവറും ഇതും കൂടി സ്റ്റക്കായി. അപ്പോൾ ബ്രേക്കിൽ പൊട്ടിച്ചു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഓക്കെ നൗ ദ വെഹിക്കിൾ ഇസ് റണ്ണിങ് ആയി. ഇതൊരു വില്ലേജിലാണ്. ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അവർ തമ്മിൽ സംസാരിച്ചു. ദേ സെഡ് ദെർസ് എ വർക്ക്ഷോപ്പ് ഇൻ ദ നെക്സ്റ്റ് ടൗൺ. ഇവർ വന്നു. ഈ ചളി പിടിച്ച ബാഗ് ഐ എം ഇൻ ഡ്രഞ്ച്ഡ് ഇൻ മഡ്. ഈ ചളി പിടിച്ച ബാഗ് എല്ലായിടത്തും അവരുടെ കാറിൻ്റെ ബൂട്ടിൽ വെച്ചു. ദേ സെഡ് കം വിത്ത് മീ. I followed them to the next workshop. അവിടെ വന്നു. അവർ പറഞ്ഞു എന്താ അവർ കണ്ടു ഞാൻ വീഴുന്നതും. അപ്പോൾ അവർ നോക്കി പ്രായമായിട്ടുള്ള ആൾ വന്നു. അപ്പോൾ എൻ്റെ ലഗേജൊക്കെ ഞാൻ എല്ലാം ഇറക്കി വെച്ച് ഞാൻ ക്ലീൻ ചെയ്യണം. ദേ ക്ലീൻ ദ ബൈക്ക്. ദേ ഫിക്സ്ഡ് എവറിത്തിങ്. ഇൻ 1 hour ഐ എം ബാക്ക് ഓൺ ദ ഹൈവേ. ഐ ഡി നോട്ട് സ്പീക്ക് എ സിംഗിൾ വേർഡ് ഓഫ് ഇംഗ്ലീഷ്. അങ്ങോട്ട് ഇങ്ങോട്ട് വർത്തമാനം പറഞ്ഞില്ല. ഭാഷ അറിയില്ല. ₹1 ചാർജ് തരില്ല. സോ യു വിൽ സീ സച്ച് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഔട്ട് ദർ. നമ്മൾ ഒട്ടും അത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആൾക്കാർ ദേ വിൽ ഗോ ടു എനി എക്സ്റ്റെൻഡ് ടു സപ്പോർട്ട് യു. നമ്മൾ സ്വന്തം ആൾക്കാർ ചെയ്യില്ല. നമ്മൾ സ്വന്തം ആൾക്കാർ ചെയ്യില്ല. സോ ഐ ജസ്റ്റ് ഹാവ് ദിസ് ബിക്കോസ് ദ പ്ലാൻ അല്ലാതെ കാരണം ഞാനിങ്ങനെ എൻ്റെ FB ദിസ് വിൽ ഗിവ് മോർ മെമ്മറി ഐ സപ്പോസ്. സോ ദിസ് ഗൈ ഇസ് he's from Hawaii. He's settled in Thailand. He's running a rent-a-car business but is a hardcore fan of Royal Enfield. But he came all the way to see me. And I was staying with a very old lady, a 70-year-old American lady. Look at our travel space. So this is a place called Loy. The day I decided not to travel, I spoke to that English guy late night. He said, let's go have food. I went to a small place where അവിടെ എല്ലാം ഇങ്ങനെ ഫുഡ് മാർക്കറ്റ്സ് ആണ്. തായ്ലൻഡിൽ ഓപ്പൺ മാർക്കറ്റ്സ് ഉണ്ട് ഭക്ഷണമൊക്കെ ഒരുമിച്ച് വെക്കുന്നത്. ആൻഡ് ദേ ഓൺലി മേ പ്രിപ്പയർ നോൺ വെജ് ആൻഡ് ഐ എം എ വെജിറ്റേറിയൻ. സോ ദേ സെഡ് നോ വിൽ പ്രിപ്പയർ സംതിങ് വെജ് ഫോർ യു. സോ യു വിൽ ജസ്റ്റ് സീ പീപ്പിൾ നമുക്കറിയാത്ത ആൾക്കാരുണ്ട്. ദേ ജസ്റ്റ് ഗോ ഔട്ട് ഓഫ് ദ വേ ടു ഹെൽപ്പ് യു. ദിസ് ഇസ് എ ലേഡി ഐ സ്റ്റേഡ് വിത്ത്. ഷീ 70 years old. I stayed with her in Chiang Mai for about a week. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന വേറൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ലോക്കൽ ഫുഡ്. So you being a vegetarian, have you tried exploring local food or within the limitation of vegetarianism because അവിടെ അത് വലിയൊരു ഇഷ്യൂ ആണ്. നോൺ വെജിനോട് എനിക്ക് ഞാൻ കഴിച്ചതിന് മുമ്പേ പിന്നെ ഐ സ്റ്റോപ്പ് നോൺ വെജ് ബിക്കോസ് അതുകൊണ്ട് ഇൻട്രസ്റ്റ് പോയിട്ടാട്ടോ. നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ്. സോ thankfully I found a lot of salads and I never got into eating non-veg. survive with salads? I survived on salads and I found vegetarian restaurants. They were there normally. So you meet a lot of people. You meet, especially when staying in hostels, you will meet a lot of people. They'll say they would have found something interesting. Food poison, like your digestive trouble. I took one full bag of medicines. തലവേദന, വയറുവേദന, വയറിളക്കം, കോൾഡ്, തുമ്പൽ, ചീറ്റൽ, ആസ്മ ഉണ്ട്, സൈനസ് ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്. 500 ദിവസത്തിൽ ഞാൻ ഒറ്റ ഗുളിക കഴിച്ചിട്ടില്ല. I traveled to summer, winter, snow, rain, every possible weather. I don't have a single day. I came back with the same bag. So travel humbles you. Travel humbles, yes. So definitely you spoke about the different human beings that touched your lives and how you were humble. But has there been? I mean, definitely there would have been moments when you saw a mountain or a beach or a landscape and you were like truly humble. So when you think of it, what was it? The volcano in Indonesia. ഞാൻ എൻ്റെ ജീവിതത്തിലെ വോൾക്കനോ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ പുസ്തകത്തിലെ വോൾക്കനോ ഇറപ്ഷൻ ഒക്കെ. ആക്ച്വൽ വോൾക്കനോ ഇറപ്ഷൻ കാണുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഐ ആം സഡൻലി സ്റ്റാൻഡിങ് എ പ്ലേസ് ഐ സീ ആഷസ് falling on me. I am covered in ashes. It is a moment of realization. Again, another place in Indonesia, south of Indonesia, you go down. It's just before you cross into Bali. It is extremely bordering Java Island in the southeastern corner. There's another volcano. It's called a blue circle. So you drive into the volcano in the night. And only blue volcano na. But you say blue. You drive into the volcano. So you travel late night. So you stay in a hostel അവിടെ നിന്ന് നമ്മൾ ജീപ്പ് എടുത്ത് പോവും. രാത്രി ജീപ്പ് കയറും മുകളിലേക്ക്. ഭയങ്കര അനുഭവമാണ്. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ്. സോ അതൊരു ഇല്ല. ഞാൻ നോർമൽ ഡേ 4 മണി
5 മണി ഒന്നോ രണ്ടോ അവസരങ്ങളിൽ മാത്രമേ രാത്രി ഓടിക്കേണ്ടി വന്നിട്ടുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ രാത്രിയിൽ എത്ര മണി മുതൽ എത്ര മണി വരെ? ഞാൻ യാത്ര പുറപ്പെടുകയാണെങ്കിൽ ഐ ലീവ് ടൗൺ വെരി ഏർലി. 6 മണിക്ക് പുറപ്പെടും. ട്രാഫിക് നമുക്കറിയില്ലല്ലോ, ട്രാഫിക് പല സ്ഥലങ്ങളിലും. അപ്പോൾ ആ സിറ്റി വിടും. ഐ സ്റ്റോപ്പ് ബൈ 4 o'clock. എവിടെയാണോ 4-5 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ ലേറ്റായിട്ട് പോകേണ്ടി വന്നിട്ടുള്ളൂ. അത് നമുക്ക് ഒട്ടും നമുക്കറിയില്ല. അത് ഐ കുഡ് നോട്ട് റീച്ച്. ആൻഡ് എസ്പെഷ്യലി ചില സ്ഥലത്ത് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ there was a place where I had to stop in a place where we had no. I met this couple in Malaysia, in Penang. So they were riding, husband wife, they were partners riding from Paris to Sydney. So we met in a hostel in Malaysia, and then we rode together entire Indonesia. അവിടുന്ന് ഓസ്ട്രേലിയ പോകണം ഞാൻ. So at one point of time, in a certain point in Indonesia, we reached നമുക്കൊരു പോയിന്റ് ഇപ്പോൾ ഇന്തോനേഷ്യ രാത്രി ഓടിക്കാൻ സേഫ് അല്ല. അപ്പോൾ നമ്മളൊരു വില്ലേജ് എത്തിയപ്പോൾ we stopped, and then we just went knocking doors. Can we stay? So one of the family opened the door, said please come and stay with us, and they gave us a room to stay. അല്ലെങ്കിൽ Europe it's very easy, you can pull over and camp, but Southeast Asia camping outside, it's not very safe to camp in South, especially in Indonesia. It's not safe to camp.